2013 ഫെബ്രുവരിയിൽ ആദ്യഘട്ടം പൂർത്തിയായി. അതേ വർഷം ഒക്ടോബറിൽ തന്നെ രണ്ടാം ഘട്ടവും പൂർത്തിയായപ്പോൾ ഇവിടം ലോകത്തെ ഏറ്റവും വലിയ പൂന്തോട്ടമായി മാറുകയായിരുന്നു. 25 കോടി ചെടികൾ ഈ ഗാർഡനിലുണ്ടെന്നാണ് ഏകദേശ കണക്ക്. ഇത്രയും വിപുലമായ ഉദ്യാനം നനയ്ക്കുന്ന ഒരാളെയും ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് കാണാനാവില്ല. രാത്രിയിൽ സന്ദർശകരെല്ലാം മടങ്ങിയ ശേഷമാണ് ഇത് നനയ്ക്കുക. 7.5 ലക്ഷത്തിലധികം ലിറ്റർ വെള്ളം ദുബായ് മിറക്കിൾ ഗാർഡൻ നനയ്ക്കുന്നതിനായി ഓരോ ദിവസവും ആവശ്യമാണ്. ദുബായ് നഗരം പുറത്തുവിടുന്ന മലിനജലം ശുദ്ധീകരിച്ചാണ് ഈ ഗാർഡനിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. ഒരു പൂപ്പന്തലിലൂടെ ഞങ്ങൾ ഒരു കുന്നിന്റെ മുകളിലേക്ക് കയറിയെത്തി. ഇവിടെ കുറെ മണ്ഡപങ്ങൾ പണിതുവച്ചിട്ടുണ്ട്. ഉദ്യാനത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഒരു ഭാഗമാണ്. വെളുത്ത ചായം പൂശിയ മനോഹരമായ കാസ്റ്റ് അയൺ മണ്ഡപങ്ങൾ. കുന്നിന്റെ ഒരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഒരു കാഴ്ചയുണ്ട്. ഈ ഗാർഡനിലെ ഏറ്റവും പ്രശസ്തമായ പുഷ്പശില്പങ്ങളിലൊന്ന് അതാണ്. എമിറേറ്റ്സിന്റെ ഒരു വിമാനം. വാർത്തകളിൽ ഇടം പിടിച്ച നിർമ്മിതിയാണിത്. ലോകത്തെ ഏറ്റവും വലിയ ഫ്ലവർ സ്ട്രക്ചർ. എമിറേറ്റ്സിന്റെ ഒരു എയർബസ് A380 വിമാനം അതിന്റെ പൂർണ്ണ വലിപ്പത്തിൽ തന്നെ ഒരുക്കി വച്ചിരിക്കുന്നു. ഏറ്റവും വലിയ ഫ്ലവർ സ്ട്രക്ചർ എന്ന നിലയിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ സ്ഥാനം നേടിയിട്ടുണ്ട് ആ പുഷ്പവിമാനം. വമ്പൻ പൂക്കൊലകൾ. കോൺക്രീറ്റും സ്റ്റീലും ചേർന്നുള്ള സ്ട്രക്ചറിൽ പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ വിടരുന്ന ചെടികൾ വളർത്തിയിരിക്കുന്നതാണിത്. അതാണ് ഇവിടുത്തെ ടെക്നോളജി. അല്ലാതെ ചെടികൾ സ്വാഭാവികതയോടെ ഓരോയിടത്ത് വളരുന്നതല്ല. കൃത്യമായ കളർ കോമ്പിനേഷനിലാണ് ഓരോ ഇടവും ഒരുക്കിയിരിക്കുന്നത്. വീണ്ടും നടന്ന് ഗാർഡന്റെ അടുത്ത ലെവലിലേക്കു കയറി. കൃത്യമായി നനയ്ക്കുന്നതുകൊണ്ട് തഴച്ചു വളരുകയാണ് ചെടികൾ. ഈന്തപ്പനയും മുൾച്ചെടികളും മാത്രം വളർന്നിരുന്ന ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലാണ് ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നതെന്ന കാര്യം ഒരു വേള വിസ്മരിച്ചു പോകും. സീസൺ അനുസരിച്ച് 50 മുതൽ 200 തൊഴിലാളികൾ വരെ മിറക്കിൾ ഗാർഡനിൽ ജോലി ചെയ്യുന്നുണ്ട്. വേനൽക്കാലത്ത് ഇവിടെ സന്ദർശകർക്ക് പ്രവേശനമുണ്ടാവാറില്ല. സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെയാണ് ഗാർഡൻ പൊതുജനത്തിന് തുറന്നുകൊടുക്കുക. വേനൽക്കാലത്ത് പരമാവധി ചെടികൾ സംരക്ഷിച്ചു നിർത്തുന്ന ജോലികളിലാവും ജീവനക്കാർ. ഓരോ സീസണിലും 15 ലക്ഷത്തിലേറെ ആളുകളാണ് ഈ ഉദ്യാനത്തിന്റെ സൗന്ദര്യവും വിസ്മയങ്ങളും നേരിൽ കാണാനെത്തുന്നത്. ഇന്ത്യൻ കറൻസിയിൽ കണക്കാക്കിയാൽ 300 കോടി രൂപയ്ക്ക് മുകളിലാണ് ഓരോ സീസണിലും ഈ മിറക്കിൾ ഗാർഡന്റെ വരുമാനം. നമ്മൾ ഇന്ത്യയിൽ പല ഉദ്യാനങ്ങൾ കണ്ടിട്ടുണ്ട്. ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ മുതൽ കാശ്മീരിലെ മുഗൾ ഗാർഡൻ വരെ. പക്ഷേ അതൊന്നുമായും ഒരു വിധത്തിലുമുള്ള താരതമ്യമില്ലാത്ത വിധമാണ് ഈ ഗാർഡൻ സൃഷ്ടിച്ചിരിക്കുന്നത്. പൂർണ്ണതയെക്കുറിച്ചുള്ള മുൻകാഴ്ചയാണ് അതിന്റെ ഒരു പ്രത്യേകത. ഞാൻ നടന്ന് വിമാനത്തിന്റെ ചുവട്ടിലേക്കെത്തി. ആദ്യം ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി അതിനെ പൂക്കൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. എല്ലാ ദിവസവും ധാരാളമായി പുഷ്പിക്കുന്ന ചെടികളാണത്. 7 ഇനം പൂച്ചെടികളുണ്ട് ഈ വിമാനത്തിൽ. ഉദ്യാനത്തിൽ ആളുകൾക്ക് നടക്കാനുള്ള വഴിയൊഴികെ മറ്റെല്ലായിടവും പൂക്കൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. അതാണ് ഈ ഗാർഡന്റെ പ്രത്യേകത. പല വർണ്ണത്തിലുള്ള പൂക്കളും അവ കൊണ്ടുള്ള ഇൻസ്റ്റലേഷനും ഇല്ലാത്ത ഒരിടവും കാണാനാവില്ല. കുട്ടികളെ ആകർഷിക്കുന്ന ചില പ്രത്യേക സെക്ഷനുകളുണ്ട്. വലിയ പാവകളും കുട്ടികൾക്കിഷ്ടപ്പെടുന്ന പുഷ്പരൂപങ്ങളുമുണ്ടിവിടെ. കുട്ടികൾക്ക് ഓടിക്കളിക്കാവുന്ന ഒരു പ്രത്യേക പാർക്ക് പോലെയാണ് ഇവിടം ഒരുക്കിയിരിക്കുന്നത്. എല്ലാത്തരം പൂക്കളും കാണാം ദുബായ് മിറക്കിൾ ഗാർഡനിൽ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന പൂക്കൾ. പലയിനം റോസുകൾ, സൂര്യകാന്തി, ചെണ്ടുമല്ലി, ടുലിപ്പ് എന്നിങ്ങനെ 120 ഇനം പൂക്കളും അവയുടെ വകഭേദങ്ങളും ഇവിടെ കാണാം. ഇന്നൊരു ഞായറാഴ്ചയാണ്. രാവിലെ ഞങ്ങളാണ് ആദ്യം എത്തിയതെന്ന് കരുതിയിരുന്നു. എന്നാൽ ഇവിടെ നിറയെ ആളുകളുണ്ട്. സന്ദർശകർ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ദുബായിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ വലിയൊരു ആകർഷണം തന്നെയാണ് മിറക്കിൾ ഗാർഡൻ. ഇത്രയും പൂക്കൾ ഒന്നിച്ചു കാണുക എന്നത് ചെറിയ കാര്യമല്ലല്ലോ. മിറക്കിൾ ഗാർഡന്റെ വിസ്മയങ്ങളിലൂടെ ഞാൻ സഞ്ചാരം തുടർന്നു.